ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുന്ന് ഡയറക്റ്റ് അങ്ങനെ എത്തിക്കാനൊക്കെ വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പം എന്തൊക്കെയാണ് കൊണ്ടുപോയത്? എങ്ങനെയായിരുന്നു ആ ഇടപെടൽ? ഏത് പ്ലാറ്റ്ഫോം വഴിയാണത് കൈമാറിയത്? നമുക്ക് കൂടുതലും ഫിനാൻഷ്യൽ ഹെൽപ്പാണ് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക, അല്ലാതെ ആ സ്ഥലത്തേക്ക് പോകുക എന്നുള്ളത് പോസിബിൾ അല്ല. കൂടുതലും ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ഗസയിലെ സിറ്റിയിൽ തന്നെയുള്ള ഏകദേശം 50-60 കുടുംബങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു നേരത്തെ ഭക്ഷണം വീതം കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് എനിക്ക് തോന്നുന്നു 8000 ലിറ്ററിൻ്റെ അടുത്ത് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നോർത്ത് ഗസയിൽ നിന്നും സൗത്ത് ഗസയിലേക്ക് ഇവാക്യുവേറ്റ് ചെയ്തു പോയ ഒരു 250ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ അവിടേക്കൊരു 3000 ലിറ്ററിൻ്റെ വാട്ടർ ട്രക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. രശ്മിയുടെ ഒരു ഇനീഷ്യേറ്റീവ് എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ഒരു വലിയ ഫണ്ട് റൈസിംഗ് ഒക്കെ വേണമല്ലോ. ഞാനങ്ങനെ പബ്ലിക്കായിട്ട് ഒരു ക്രൗഡ് ഫണ്ടിങ് ഒന്നും ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. ആദ്യം മുതലേ ഇത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയ സമയത്ത് അടുത്ത സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവർ, ഇതിനെക്കുറിച്ച് അറിവുള്ളവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അതുപോലെ എന്നെ ഇതിൽ സഹായിച്ചിട്ടുള്ളത് UK എൻ്റെ ഒരു സുഹൃത്താണ്, ലെസ്ലി എന്ന് പറഞ്ഞ ആൾ. ഗാസ ഫോർമുല ഫണ്ടുമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ ആൾക്കൊക്കെ ഒരുപാട് ഗൈഡൻസ് തരാൻ കഴിഞ്ഞു, ഓരോ ഫാമിലികളെ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരുപാട് വ്യക്തികളെ സഹായിച്ചിട്ടുണ്ട്, പിന്തുണ നൽകിയിട്ടുണ്ട്. പബ്ലിക്കായിട്ടൊരു ഫണ്ടിങ് ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ഡൊണേഷൻസ് കൊടുക്കാനായിട്ട് ചിലർ മക്കളുടെ പിറന്നാളായിട്ട് അതിന് പാർട്ടിയൊക്കെ നടത്താൻ വെച്ചിരിക്കുന്ന തുക ഡൊണേഷൻ കൊടുത്ത ആളുകളുണ്ട്. അതുപോലെ ഗർഭിണിയായ ഒരു ഭാര്യ, അപ്പോൾ ആൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് ഡൊണേഷൻ കൊടുക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ഡൊണേഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി തുറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം ശ്രീരശ്മി ആയാലും കമ്മ്യൂണിറ്റി ആയാലും ഒക്കെ ഒരുപക്ഷെ കുറേ അധികം കാലം ഈ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മനുഷ്യത്വപരമായ ഇടപെടലും ഒക്കെ വലിയ സജീവമായ ഒരാളാണ്. അതെ, ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഇത്തരം ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസുകൾ വരുന്ന മേഖലകളിലെല്ലാം പ്രവർത്തിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. വീട്ടിൽ നിന്നും സപ്പോർട്ടുണ്ട്. 2018 ഫ്ലഡിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മിഷനിൽ പങ്കെടുക്കുന്നത്. അവിടെ റെസ്ക്യൂ മിഷനിലാണെങ്കിലും അതുപോലെ റിലീഫ് ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങളിലും റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളിലും ഭാഗമായിട്ടുണ്ട്. പിന്നീട് 2019 വയനാട് പുത്തൂർ ഉരുൾപൊട്ടിയ സമയത്ത് ഇവിടെ നിന്ന് കുറച്ച് ഹെൽപ്പുമായിട്ട് ഞാൻ അവിടെ വയനാട് പോയിരുന്നു. 2021 ചൂരൽമലയിൽ ഉരുൾപൊട്ടലിലും അവിടെ പോസ്റ്റ്മോർട്ടം കെയറിൽ, അതായത് ഡെഡ് ബോഡീസ് വാഷ് ചെയ്യാൻ ആളുകളില്ലാന്ന് അറിയിച്ച സമയത്ത് ഇവിടെ നിന്ന് അവിടെ പോയി 8 ദിവസം അവിടെ വർക്ക് ചെയ്തിരുന്നു. റിലീഫ് ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ എത്തിപ്പെടുന്നുണ്ട്. ആ എത്തിപ്പെടൽ ഇപ്പോൾ ഗസയിലെ കുഞ്ഞുങ്ങളുടെ സന്തോഷം നമ്മൾ റീലിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഒരു വലിയ സന്തോഷം, മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിലുള്ളൊരു സന്തോഷം ഒക്കെ തോന്നുന്നില്ലേ? എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ സുഹൃത്തുക്കൾക്കൊക്കെ ഞാനിങ്ങനെ മെസ്സേജ് അയക്കുമായിരുന്നു. അതായത് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഒന്ന് ഓടിപ്പോകാൻ കഴിയുന്നൊരു സ്ഥലമായിരുന്നെങ്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെയും വാരിയെടുത്ത് ഇങ്ങ് കൊണ്ടുവന്നേനെ. പക്ഷെ അതിന് പോലും കഴിയാത്ത സാഹചര്യം, സമാധാനം കിട്ടുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല. പ്രധാനമായിട്ട് ഇതാണ്. ഇപ്പം എന്നെ പോലെയുള്ള മനുഷ്യർക്ക് ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. എവിടെയും ഓടി ചെല്ലുന്ന നമുക്ക് ഇങ്ങനെയൊരു കാര്യം കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥ. പക്ഷേ ഈ പറയുന്ന കരയുന്ന കുഞ്ഞുങ്ങൾക്ക് പകരം അവിടെ നിന്ന് ചിരിച്ച മുഖങ്ങളുള്ള, അല്ലെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക ആഹാരം കഴിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫണ്ടിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളൊരു ആഹാരം ഇന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റി എന്ന് ആ കുടുംബം പറയുമ്പോൾ, ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ അയച്ചു തരുമ്പോൾ, സത്യത്തിൽ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം വേണമെന്ന് പറയില്ല. അതേപോലെ ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു പർപ്പസ് കണ്ടെത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.